1990 ഫ്രഞ്ച് ലാംഗ്വേജിൽ പുറത്തിറങ്ങിയുള്ള ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നിക്കിറ്റ. ആൻഡ് ഈ സിനിമ പിൽക്കാലത്ത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ് പല മൂവീസിലും യൂസ് ചെയ്തിരുന്നു. ഒരു അസാസിനായിട്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പാസ്റ്റ് എന്തായിരുന്നു, ഒരു ഫേക്ക് ഡെത്ത് കാണിച്ചിട്ട് ആ ക്യാരക്ടർ എങ്ങനെ ഇപ്പൊ ജീവിക്കുന്നു എന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി പല സിനിമകളിൽ യൂസ് ചെയ്തതായിട്ട് നമുക്കറിയാം. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ വേയിലൂടെയാണ് ആ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് അത് പലയിടത്തും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാരക്ടർ കടന്നു പോകുന്ന ചില സ്റ്റേജസ് ഉണ്ട്, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ആ ഒരു സിനിമയിൽ. കാരണം ത്രൂ ഔട്ട് ഒരു ആക്ഷൻ എൻ്റർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലയിടത്തും ആ ഒരു ഇമോഷൻസും മറ്റേ ടൈം തന്നെ ആ ഒരു മിഷന്റെ ഓരോരോ ഏറ്റെടുക്കുന്ന മിഷൻസിന്റെ ഒരു സീരിയസ്നെസ്സും ഒക്കെ കൊണ്ട് ബാലൻസ് ചെയ്തിട്ടാണ് സിനിമയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് പോകുന്നത്. അതിന്റെ മെയിൻ ആയിട്ട് ക്യാരക്ടർ ആർക്ക്, നിക്കിറ്റ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അന്ന പെർലോട് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അതിന്റെ ആ ഒരു ക്യാരക്ടറിന് വേണ്ട പല സീക്വൻസുകളും ആള് നല്ല രീതിയിൽ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കും ആ ഒരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോക്ക്. ആൻഡ് ഈ ഒരു സിനിമയുടെ മൊത്തം ആ ഒരു ഫീല് തന്നെ, കാരണം നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഒരു ഫുൾ ഓൺ ആക്ഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഫുള്ള് ഫൈറ്റ് സീക്വൻസുകൾ ഒന്നും കൊണ്ടും അത്ര ഇതല്ല. പക്ഷെ കാണുന്ന നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി സിനിമയിൽ തോന്നുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സിനിമയുടെ പിന്നീടുള്ള പല സ്പിൻ ഓഫ് സീരീസുകളിൽ 2010 CW നിക്കിറ്റ എന്ന് പറയുന്ന പേരിലുള്ള ഒരു സീരീസ് പുറത്തിറക്കിയിരുന്നു. ഒരു 4 സീസൺ വരെ അത് പോയിരുന്നു, പിന്നീട് അത് ക്യാൻസലായി. ആൻഡ് ഈ ഒരു സിനിമ നിങ്ങൾ ആക്ഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ലുക് ബെസൺ ആണ് സിനിമയുടെ ഡയറക്ടർ. ആൻഡ് ഇതിന് ശേഷം ഇതിന്റെ ഒരു സീക്വൽ പ്ലാൻ ചെയ്തെങ്കിലും ബട്ട് അത് പുറത്തു വന്നിരുന്നില്ല. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇതിന്റെ ലീഡിംഗ് ക്യാരക്ടർ ആയിട്ടുള്ള അന്ന പെർലോഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഒരു ഫേക്ക് ഗൺ തന്റെ കാറിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. കാരണം അതിന്റെ ലോഡിങ്ങും അൺലോഡിങ്ങും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ ടൈമിൽ പോലീസ് എപ്പോഴോ ചെക്ക് ചെയ്തപ്പോൾ ഇതെന്താ റിയൽ ഗൺ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോലീസിങ് അങ്ങനെ എൻക്വയറിക്ക് വേണ്ടി വിളിക്കും. പിന്നീടാണ് മനസ്സിലായത് ഒരു മൂവിയുടെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ലോഡിങ് ആൻഡ് അൺലോഡിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഡമ്മി ഗൺ ആണെന്നുള്ളതൊക്കെ. അതിന്റെ ട്രിവ്യ വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരുപാട് കാര്യങ്ങളായിരുന്നു. കാരണം ഈ ക്യാരക്ടറിന് വെപ്പൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെ തന്റെ ബ്യൂട്ടി തന്റെ മിഷൻസിൽ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് ഉപകരിക്കും എന്നുള്ള കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടറിന് ആൾക്ക് ഉണ്ടാവുന്ന ചില നെർവസ്നെസ്സും, എങ്ങനെ ഈ ഒരു മിഷൻ ക്യാരി ചെയ്യണം, അല്ലെങ്കിൽ അറ്റ് എ ടൈം ആളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ആൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചില ഡൗട്ടുകളൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഇതിൽ പ്രത്യേകിച്ച് ഇതിലൊരു മിഷൻ ആള് ഹാൻഡിൽ ചെയ്യുന്ന സീനിൽ ഒരു സെർവ് ചെയ്യുന്ന ട്രേയില് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുന്ന ഒരു സീനുണ്ട്. കാരണം ആ ഒരു മിഷന് വേണ്ട ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഒരു സെർവ് ട്രേയില് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആൻഡ് ആ ഒരു സീക്വൻസ് ഉൾപ്പെടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ ജോണറിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം വെറുതെ എടുത്ത് വെക്കില്ല, കാരണം അതിങ്ങനെ കറക്റ്റ് ആ ഒരു ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച്, കാരണം ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ പോസ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ അവിടെ മിണ്ടാണ്ട് സൈലൻസ് എവിടെയാണ് വേണ്ടത് അത്, എവിടെയാണോ ഡയലോഗ് വേണ്ടത് അത്, അങ്ങനെ ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ ഈ സിനിമയിൽ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക, കാണാത്തവർ കണ്ടു നോക്കുക എന്തായാലും. ആൻഡ് അൺടിൽ ദെൻ